താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. പഴമ്പാലക്കോട് വാണിയത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. ഫെബ്രുവരി 16 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. പഴമ്പാലക്കോട് വാണിയത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രശസ്തമായ മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കമായി. ഫെബ്രുവരി 10 ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ ഫെബ്രുവരി 16 വരെ നീണ്ടുനിൽക്കും. ബുധനാഴ്ച മുതൽ കുംഭം ഊർവലം ആരംഭിച്ചതോടെ ക്ഷേത്ര പരിസരം ഭക്തജന തിരക്കിലായി. ക്ഷേത്ര മേൽശാന്തി റോഷൻ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ഓട്ടൻതുള്ളൽ, നാടൻപാട്ട്, തെയ്യം, കരകാട്ടം തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 15 ശിവരാത്രി ദിനത്തിൽ പുഷ്പാഭിഷേകം ഉൾപ്പെടെയുള്ള വിശേഷാൽ ചടങ്ങുകൾ നടക്കും. 16 പുലർച്ചെ ഗായത്രി പുഴയിൽ നിന്നുള്ള സത്യകുംഭം എഴുന്നള്ളിപ്പോടെയും ഗുരുതി പൂജയോടുകൂടി മഹോത്സവത്തിന് പരിസമാപ്തിയാകും. സമുദായ കാരണവർ PT കുമാരൻ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ നാഗപ്പൻ ചെട്ടിയാർ, രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത്. നമസ്കാരം. പഴമ്പാലക്കോട് വാണിയത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ്. ഞങ്ങൾ വാണിയ സമുദായത്തിൽപ്പെട്ട ഒരു 100-200 കുടുംബങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു വിശേഷമാണ്. കൂടാതെ പഴമ്പാലക്കോടിലെ ദേശവാസികളായ നാനാ ജാതി മതവിശ്വാസികളും ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ശിവരാത്രി മഹോത്സവം. ഏകദേശം ഈ ക്ഷേത്രത്തിന് 400 വർഷത്തിലധികം പഴക്കമുള്ളതായി അറിയാൻ കഴിയുന്നു. അതിൻ്റെ വംശപരമ്പരകളിലുള്ള എല്ലാ അംഗങ്ങളും ഇതിലുണ്ട്. മാത്രമല്ല ഇവിടെ ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിയാണ് പ്രധാന ഉത്സവം. അതിനോടനുബന്ധിച്ച് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പുനഃപ്രതിഷ്ഠ എന്നുള്ള ഒരു ദേവിയുടെ പിറന്നാളും കൂടി ആഘോഷിച്ച് 18 വർഷത്തോളം കാലം ആഘോഷിച്ചു വരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് ഒരു 5 ദിവസം മുമ്പ് കുംഭം നിറയ്ക്കൽ എന്നൊരു ചടങ്ങുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഗായത്രി പുഴയിൽ വേപ്പല കൊണ്ട് കുംഭം നിറച്ച് ക്ഷേത്രത്തിലെത്തി കുംഭം നിറയ്ക്കുന്നതിന് മുമ്പായി ഇവിടെ കൊടിമരം കൂറനാട്ടൽ എന്ന് പറയും. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ പോവും. കുംഭം നിറച്ച് ക്ഷേത്രത്തിലെത്തി അടുത്ത ദിവസം ഒരു 5 ദിവസമെങ്കിലും ഈ പ്രദേശങ്ങളിൽ കുംഭം എല്ലാ വീടുകളിലും പോയി കുംഭം തെണ്ടി അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ പല കാര്യങ്ങളും മുൻകാലങ്ങളിൽ നടന്നു വരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ആചരിച്ചു വരുന്നു. CCV ന്യൂസ്, തിരുവല്ലോമല.